ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോർജ് എലിയട്ട് എന്ന് പറഞ്ഞിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്ററെ കുറിച്ചാണ്. അവരുടെ പ്രധാനപ്പെട്ട വർക്കുകൾ, ആ വർക്കുകൾ എഴുതപ്പെട്ട വർഷം, അതെങ്ങനെ നമുക്ക് ഓർഡറിൽ മനസ്സിലാക്കി വെക്കാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ജോർജ് എലിയട്ടിൻ്റെ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ, അവരെക്കുറിച്ച് ബ്രീഫായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് നോക്കാം. ജോർജ് എലിയട്ട് മേരി ആൻ ഇവാൻസ് എന്നാണ് ശരിക്കുള്ള ജോർജ് എലിയട്ടിൻ്റെ പേര്. അന്നത്തെ കാലത്ത് ആൺ പേരിൽ എഴുതി കഴിഞ്ഞാൽ വളരെ ആക്സെപ്റ്റൻസ് കിട്ടിയിരുന്ന ഒരു കാലമായതുകൊണ്ട് തന്നെ തൻ്റെ സ്വന്തം പേര് മറച്ചു വെച്ചുകൊണ്ട് ജോർജ് എലിയട്ട് എന്ന് പറയുന്ന ഒരു പെൻ നെയിമിലാണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്, മേരി ആൻ ഇവാൻസ് എഴുതുന്നത്. അപ്പോൾ ശരിക്കുള്ള പേര് മേരി ആൻ ഇവാൻസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഒരുപാട് നോവലുകൾ അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അതിനൊക്കെ സൈക്കോളജിക്കൽ ഡെപ്തും സോഷ്യൽ റിയലിസം ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ വളരെ ഫേമസ് ആണ് ജോർജ് എലിയട്ടിൻ്റെ നോവൽസ് എന്നുള്ളത് മനസ്സിലാക്കണം. ഇനി ആദ്യമായിട്ട് പ്രധാനപ്പെട്ട ഫാക്റ്റുകൾ നമ്മൾ ജോർജ് എലിയട്ടിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാർവിക്ക്ഷയർ ഇംഗ്ലണ്ടിലാണ് അവർ ജനിക്കുന്നത്. പിന്നെ സെൽഫ് എഡ്യൂക്കേറ്റഡ് ആണ്, സ്വന്തമായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് അവർ പഠിക്കുന്നത്. കാരണം ഒരുപാട് എക്സ്റ്റെൻസീവ് റീഡിങ് കാരണമായിട്ടാണ് അവർക്ക് ഒരുപാട് നോളജ് മറ്റൊക്കെ കിട്ടുന്നത്. പിന്നെ ഒരു ഫോമൽ എഡ്യൂക്കേഷൻ അന്നത്തെ കാലത്ത് വുമനിന് എന്തായിരുന്നു, ലിമിറ്റഡ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സെൽഫ് എഡ്യൂക്കേഷൻ ചെയ്തിട്ടാണ് അവർ കാര്യമായിട്ട് പഠിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി രണ്ടാമത്തത് അവരുടെ കരിയർ അത് തുടങ്ങിയത് ട്രാൻസ്ലേറ്റർ ആയിട്ടാണ് ആദ്യമായിട്ട്. പിന്നീട് ജേർണലിസ്റ്റ് ആയിട്ട് അവർ വരുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്തു, ഒരു എഡിറ്ററായിട്ട് വെസ്റ്റ്മിനിസ്റ്റർ റിവ്യൂവിൻ്റെ ഒരു വളരെ ഫേമസ് മാഗസിനാണ്, ഇതിൻ്റെ എഡിറ്ററായിട്ട് കൂടി ജോർജ് എലിയട്ട് മാറുന്നുണ്ട്. ഇനി പേഴ്സണൽ ലൈഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫിലോസഫർ ക്രിറ്റിക് ആയിട്ടുള്ള ജോർജ് ഹെൻറി ലെവിസ്, ഇവരുടെ കൂടെയാണ് എന്ത് ചെയ്യുന്നത്, ജോർജ് എലിയട്ട് താമസിക്കുന്നത്. പക്ഷേ അവരൊരിക്കലും മാരേജ് ചെയ്യുന്നില്ല. അപ്പോൾ അവരുടെ മാരേജ് അന്നത്തെ കാലത്ത് എന്തായിരുന്നു, ഈ ഒരു റിലേഷൻഷിപ്പ് അന്നത്തെ കാലത്ത് അൺകൺവെൻഷനലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കോൺട്രവേഴ്സീസൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇവർ കല്യാണം കഴിക്കാതെ ഒരുമിച്ച് താമസിക്കുകയാണ് ചെയ്യുന്നത്. പേര് ഓർത്തു വെക്കുക, ജോർജ് ഹെൻറി ലെവിസിൻ്റെ കൂടിയാണ് അവർ താമസിച്ചിട്ടുണ്ടായിരുന്നത്. പ്രധാനമായിട്ടുള്ള തീമുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ വർക്കിൽ വന്നിട്ടുള്ളത് മൊറാലിറ്റി, റിയലിസം, ഇന്നർ, പിന്നെ സൈക്കോളജിക്കൽ കോൺഫ്ലിക്റ്റുകൾ, സോഷ്യൽ റിഫോം, റിലീജിയൻ, അതുപോലെ തന്നെ റോൾ ഓഫ് ദ വുമൻ. ഇത്തരം തീമുകളാണ് പ്രധാനമായിട്ടും ജോർജ് എലിയട്ട് തൻ്റെ വർക്കുകളിലൂടെ ഡിസ്കസ് ചെയ്തിരുന്നത്. അവരുടെ സ്റ്റൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഡീപ്പ് സൈക്കോളജിക്കൽ ഇൻസൈറ്റുള്ള വർക്കാണ് അധികം അവർ എഴുതിയിട്ടുള്ള വർക്കുകളൊക്കെ. മാത്രമല്ല പിന്നെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ള ക്യാരക്ടർ ഡെവലപ്മെൻറ്റും പിന്നെ പ്ലോട്ടൊക്കെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളതാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി നമ്മൾ വർക്കുകളിലേക്കൊന്ന് വരാം. പെട്ടെന്ന് വർക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് അവരുടെ പ്രധാനപ്പെട്ട മോസ്റ്റ് ഫേമസ് വർക്ക്സ് ഇവിടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തത് ആഡം ബീഡ് എന്നുള്ള പറഞ്ഞിട്ടുള്ള വർക്കാണ്. ഇത് റൂറൽ നോവലാണ്. ലവിനെ കുറിച്ച്, പ്രണയത്തെക്കുറിച്ച്, മൊറാലിറ്റിയെക്കുറിച്ച്, സോഷ്യൽ ക്ലാസിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ്. 1859 എഴുതിയിട്ടുള്ള ആഡം ബീഡ്. 1860 മറ്റൊരു വർക്ക് അവർ എഴുതുന്നുണ്ട്, മിൽ ഓൺ ദ ഫ്ലോസ്. ഇതൊരു സെമി ഓട്ടോബയോഗ്രഫിക്കൽ സ്റ്റോറിയാണ്. അവരുടെ സിബ്ലിങ്സിനെ കുറിച്ചും പിന്നെ ടോം, അതുപോലെ തന്നെ മാഗി ടെലിവർ, ഇവരൊക്കെയാണ് ഇതിലെ കഥാപാത്രങ്ങളായി വരുന്നത്. മാഗി ടെലിവറൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് UGC നെറ്റിൻ്റെ ക്വസ്റ്റ്യനിലൊക്കെ ചോദിക്കുന്നതാണ് മാഗി ടെലിവർ. അപ്പോൾ ഇത് മിൽ ഓൺ ദ ഫ്ലോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വർക്ക് 1860 അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്തത് സൈലാസ് മാർണർ എന്ന് പറഞ്ഞിട്ടുള്ള വർക്കാണ്. 1861 എഴുതപ്പെട്ടിട്ടുള്ള ഇതൊരു റിഡംഷൻ, അതുപോലെ തന്നെ ഹ്യൂമൻ കണക്ഷൻ, ഇതിനെക്കുറിച്ചൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വർക്കാണ്. അതുപോലെ സൈലാസ് മാർണർ എന്ന് പറഞ്ഞിട്ടുള്ള 1861 എഴുതപ്പെട്ടിട്ടുള്ള ഈ ഒരു വർക്ക്. പിന്നെ റൊമോള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ നോവൽ കൂടി അവർ എഴുതുന്നുണ്ട്. ഇത് ആക്ച്വലി ഫ്ലോറൻസിലാണ് സെറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്, ഇറ്റലിയിൽ. ഇനി മറ്റൊരു വർക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫെലിക്സ് ഹോൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള വർക്കാണ്. അപ്പോൾ ഫെലിക്സ് ഹോൾട്ട് ദ റാഡിക്കൽ എന്നാണ് അതിൻ്റെ പേര്. 1866 ഇവർ എഴുതുന്നത്. ഇതൊരു പൊളിറ്റിക്കൽ നോവലാണ്. റിഫോമിനെ കുറിച്ചും പിന്നെ വർക്കിംഗ് ക്ലാസിൻ്റെ സ്ട്രഗിളിനെ കുറിച്ചൊക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തത് മിഡിൽ മാർച്ച്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു വർക്കാണ് മിഡിൽ മാർച്ച്. 1871-72 കാലഘട്ടത്തിലാണ് ഇവരിത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വളരെ മാസ്റ്റർ പീസ് വർക്ക് എന്നറിയപ്പെടുന്ന ഒരു വർക്കാണ് മിഡിൽ മാർച്ച്. അതിൽ മാരേജ്, പിന്നെ പൊളിറ്റിക്സ്, സോഷ്യൽ ചേഞ്ചസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ഡിസ്കസ് ചെയ്യുന്നതായി കാണാൻ പറ്റും. മറ്റൊന്നാണ് ഡാനിയൽ ഡെറോണ്ട എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ അവസാനത്തെ വർക്ക്. 1876 ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൽ ജവിഷ് ഐഡൻറ്റിറ്റി, ബ്രിട്ടീഷ് സൊസൈറ്റിയിലുണ്ടായിരുന്ന ജവിഷ് ഐഡൻറ്റിറ്റിയെക്കുറിച്ചാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ വർക്ക്. ആദം ബീഡ് മുതൽ ഡാനിയൽ ഡെറോണ്ട വരെയുള്ള വർക്കുകൾ ഇവിടെ ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് പെട്ടെന്ന് പഠിക്കാനുള്ളൊരു കോഡ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ആദം ഒരു മില്ലിൽ പോയി, അല്ലേ? ആദം ഒരു മില്ലിൽ പോയി, അവിടെ റോമിൽ നിന്ന് വന്ന ഒരു മെറൈനറെ കണ്ടു. ആൾ റാഡിക്കലാണ്. അപ്പോൾ അതും പറഞ്ഞു, മാർച്ച് പകുതിക്കുക, ഞാൻ ഡാനിയൽ ഡെറോണ്ടയെ കൂട്ടി വരാം. ഈ ഒരു സ്റ്റോറി പോലെ പഠിച്ചു വെക്കണം. ആദം ബീഡാണ്, ഒരു മില്ലിൽ പോയി, അല്ലേ? മിൽ ഓൺ ദ ഫ്ലോസ്. അപ്പോൾ അവിടെ റോമിൽ നിന്ന് വന്ന ഒരു മാർണറെ കണ്ടു. അപ്പോൾ ഇവിടെ റോം എന്നുള്ളത് റൊമോളയെ കണക്ട് ചെയ്യണം. അതുപോലെ തന്നെ സൈലാസ് മാർണർ എന്നുള്ള സൈലാസ് മാർണർ എന്നുള്ള ആ ഒരു വർക്കുമായിട്ട് മറൈനറെ കണക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ മറൈനറാണ് ആദ്യം വരുന്നത്, പിന്നീട് റോമാണ്. അപ്പോൾ അതൊന്നും നമ്മൾ മൈൻഡിൽ അങ്ങനെ തന്നെ കണക്ട് ചെയ്ത് വെക്കണേ. പിന്നെ ആൾ റാഡിക്കലാണ്, അല്ലേ? ഫെലിക്സ് ഹോൾട്ട് ദ റാഡിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള വർക്കുണ്ട്. ആൾ റാഡിക്കലാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്ത് പറഞ്ഞു പുള്ളിനോട്, മാർച്ചിൽ പകുതിക്ക് വായോ.
മിഡിൽ മാർച്ച് എന്നുള്ള വർക്ക് നമ്മുടെ മൈൻഡിലേക്ക് വന്നാൽ മതി. മാർച്ച് പകുതിക്കോ ആയോ. ഞാൻ ഡാനിയൽ ഡൊറോണ്ടെ കൂട്ടി വരാം. ഡാനിയൽ ഡൊറോണ്ടെയാണ് ഏറ്റവും ലാസ്റ്റ് വർക്ക്. അപ്പോൾ ഈ ഒരു സ്റ്റോറി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ജോർജ് എലിയട്ടിൻ്റെ വർക്ക്സ് ഏതൊക്കെയാണെന്നുള്ളത് വളരെ ഈസി ആയിട്ട് നമ്മുടെ മൈൻഡിലേക്ക് കടന്നു വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു, ബൈ.